ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഖോറം പാർക്കിലേക്കാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ലിഫ്റ്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛനും ഉണ്ട്, ബിജു അങ്കിളും ഉണ്ട്. അപ്പം ബിജു അങ്കിളാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത്. അപ്പോൾ പാറു ഇവിടെ ഉണ്ട്, അമ്മയും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പം ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി. അപ്പം ഇതാണ് ഒമാനിലെ പെട്രോൾ പമ്പ്. നല്ല രസമുണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ പെട്രോളൊക്കെ ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന ഇടയ്ക്ക് ഞങ്ങൾ കുറേ പനയും ഒക്കെ കണ്ടു. നല്ല പ്രത്യേകതയായിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് നല്ല രസമാണ് അവിടെ കാണാനും. പച്ചപ്പ് നിറഞ്ഞതിനാൽ അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ നേരം ട്രാവൽ ചെയ്തെന്നൊന്നും പറയില്ല, കുറച്ച് നേരമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തു. പിന്നെ ക്രോസൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയും നേരം നമ്മളവിടെ നിന്നു. എന്നിട്ട് ക്രോസൊക്കെ ആയതിനാൽ ഞങ്ങൾ വീഡിയോ അങ്ങനെ ഇങ്ങനെ എടുക്കുമായിരുന്നു. അന്നേരം ഐക്ക നമ്മൾ കണ്ടു. നമുക്കിനി ഐക്കയിൽ പോകുന്ന വീഡിയോയും കൂടി എടുക്കാം. നമ്മൾ ഐക്കയിൽ പോയില്ല, ഇനിയും പോകും. അപ്പോൾ നമ്മൾ അവിടുത്തെ ഐക്കയിൽ പോകുന്ന വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്നിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അന്നേരം നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പം വണ്ടി ഓടിച്ചോട്ട് പോവുകയാണ്. അപ്പം നമുക്കിങ്ങനെ ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, അണ്ടർഗ്രൗണ്ടിൽ കൂടിയൊക്കെ പോകാം. പിന്നെ ചിലപ്പോൾ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നത് ഉണ്ടായിരിക്കാം. അപ്പം നന്നായിട്ട് നമ്മൾ പോകുവാണ്. എല്ലാം കുറേ ബിൽഡിങ്സ് ആണല്ലേ, അതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ കുറേ ബിൽഡിങ്സും ഉണ്ട്, പിന്നെ കുറേ പനയും ഉണ്ട്, പിന്നെ കുറേ മലയും ഉണ്ട്. അത് തന്നെ ഉള്ളല്ലോ, എല്ലാം പന ഒക്കെ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ ഇവിടെ നല്ല രസമാണ് ഒമാൻ കാണാൻ തന്നെ. അവിടെ ഓരോ ചെടികളും ഒക്കെ നിൽക്കുന്നത് അടിപൊളിയായിട്ടാണ്. അതിനാൽ നിരനിരയായിട്ട് പിന്നെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല കിടക്കാച്ചിയാണ്, കാരണം കുറേ ഫ്ലവേഴ്സ് അവർ ഓരോ ഷേപ്സിൽ നിർത്തിയിരിക്കുന്നതൊക്കെ കാണാൻ നമുക്ക് അതിനെയൊക്കെ നല്ല ഒരു കളറും ഒക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ് അവിടുത്തെയൊക്കെ സ്ഥലങ്ങൾ. മരങ്ങൾ കണ്ടോ, ഇങ്ങനെ നിരനിരയായിട്ട് കുറേ മരങ്ങൾ ഇങ്ങനെ റോഡ് സൈഡായാലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പാർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളൊന്ന് കാണിച്ചില്ലേ, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലൊരു പാർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് ഇതേമാതിരി ഒരു പച്ച പൂച്ചകളൊക്കെ പോലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാർക്കല്ല, കുട്ടികൾക്ക് കളിക്കാൻ അധികമില്ല. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പോകുന്നത് പാർക്കിലോട്ട്. അപ്പോൾ ഇതാ പാർക്ക് ഇതാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ജംഗിൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇൻട്രസ്റ്റ് കയറി ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഗൈസ് ദാ പ്ലെയിൻ പോകുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പുറത്തെ ഒരു റെസ്റ്റോറൻറ്റ് എന്തോ ഒരു പാർട്ടി ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവിടെ ഈദിൻ്റെ അന്നാണ് ഞങ്ങൾ പോയത്, പാർട്ടിയൊക്കെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, നമ്മുടെ നാട്ടിലുള്ള കൈതച്ചെടിയാണ് കേട്ടോ. അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, മറ്റേ മുള്ളു മാതിരിയൊക്കെയുള്ള അവിടെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല പല ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല നമ്മുടെ രണ്ട് സൈഡിലും നല്ല നല്ല ചെടികൾ തന്നെ ഇങ്ങനെ ഒരു മുട്ട മാതിരി, അതിൽ ഒരു റോൾ മാതിരി ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ. അതൊക്കെ അവർ ഷീപ്പിൽ കട്ട് ചെയ്ത് പിന്നെ അത് പിഴുതിട്ട് നട്ട് വെച്ചേക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞത് അവിടെ ജൈൻ്റ് വീലൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവിടെ നല്ല രസമായിരുന്നു, എനിക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. അത് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ വണ്ടി പോകാം. വണ്ടി എന്ന് പറയുമ്പോൾ സൈക്കിളിലൊക്കെ പോകാമായിരുന്നു. ഇതേമാതിരി സ്റ്റോർസൊക്കെ ഉണ്ടായിരുന്നു. ഒരു വൈകുന്നേരമൊക്കെ സമയമാകുമ്പോഴത്തേക്കും ഇതിൽ ആൾ വന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ എടുത്ത് തരും. അപ്പം ഞാൻ പറഞ്ഞു തന്നത് സൈക്കിളിൻ്റെ കാര്യമാണ്. സൈക്കിൾ നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ മേടിക്കാം. അതിന് റിയാൽ കൊടുക്കണം, 1 റിയാലോ 2 റിയാലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയൊന്നും വരത്തില്ല, നമുക്കൊരു 3 റിയാൽ 5 റിയാലൊക്കെ നോക്കാം. അപ്പോൾ റിയലിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ആ പൈസ എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ചോദിച്ചില്ല, ഞങ്ങൾ എടുക്കാൻ പോയില്ല, കാരണം അത് വേണ്ട. അപ്പോൾ നമ്മൾ പാർക്കിലെത്തി. ഇതാണ് നിങ്ങളുടെ പാർക്കെന്ന് വിചാരിക്കേണ്ടത്. അതാണ് നമ്മുടെ പാർക്ക്. അതിലോട്ടാണ് ഞങ്ങളുടെ ആദ്യം കണ്ടുപോയത്, കാരണം അടിപൊളി സ്ഥലങ്ങളൊക്കെ അല്ലേ. അപ്പം നമ്മൾ ആദ്യം മറ്റേടത്തുനിന്ന് അങ്ങ് തുടങ്ങാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ വലിഞ്ഞ് കയറാൻ തുടങ്ങി. ഞാൻ അവിടെ കയറാൻ എനിക്ക് സിമ്പിളാണ്, ഞാൻ കയറിക്കോളാം. ഞാൻ പാറു എനിക്ക് കൈ ഇങ്ങനെ വെച്ചാണ്, ഞാൻ കൈ പിടിക്കാൻ പോയില്ല, എനിക്ക് കയറാൻ അറിയാമെന്ന് ഞാൻ പറഞ്ഞു.
അന്നേരം ഞങ്ങൾ അതിനുള്ളിൽ കയറി. എന്നിട്ട് ഞാൻ അവിടെ നിന്നപ്പോൾ പാറു ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി, അവൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയി. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ ഷൂ എന്ന് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അന്നേരം പാറു ഇതാ ഇപ്പോൾ വരുവേ. യെസ് താ വന്നു. അങ്ങനെ ഷൂ എന്ന് പറഞ്ഞായിരുന്നു വന്നത്. എനിക്ക് ഭയങ്കര ഇങ്ങനെ വേഗത്തിൽ ഇങ്ങനെ വരത്തില്ലേ, ഞാൻ അവിടെ വന്നിട്ട് അവിടെ സ്റ്റോപ്പാക്കിയതാണ് കൈ ഇങ്ങനെ വെച്ചിട്ട്. എനിക്ക് പേടിയായിപ്പോയി. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് വരുന്നത് ആദ്യമായിട്ട് കയറി. അപ്പം അവിടെയും ഒരു പ്ലെയിൻ പോകുന്നു. നേരത്തെ ഒരു പ്ലെയിൻ പോയി, ഇപ്പോഴും ഒരു പ്ലെയിൻ പോയി. അതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഗായ്സ് ഇതിൽ ഞങ്ങൾ കയറി. അപ്പോൾ പാറു ഷൂന്ന് പോകുന്നുണ്ട്. കാരണം അതിങ്ങനെ കുലുങ്ങുന്നതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ഞാൻ പേടിച്ചായിരുന്നു ഇങ്ങനെ പോയത്. പിന്നെ ഇതിനകത്ത് കയറി. ഇതിന് അത്രയ്ക്ക് സ്പീഡില്ലായിരുന്നു. ഞാനാണിപ്പോൾ വരുന്നത്, പക്ഷെ അതിൽ സ്പീഡില്ലായിരുന്നു. അതിൻ്റെ തൊട്ട് പുറകിൽ എൻ്റെ പാറക്കുട്ടിയും വരുന്നുണ്ട്. സ്പീഡില്ലായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടില്ല. അത് അങ്ങ് അറ്റത്തുറന്നുണ്ട്, അവിടെയാണ് ഭയങ്കര സ്പീഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടായിരുന്നു. ഇതിനകത്ത് ബലൂൺ ഇങ്ങനെ നിറച്ചിട്ടാണ്, ബലൂണിൽ എയർ നിറച്ചിട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ കയറിയില്ല. പിന്നെ ഇതേമാതിരി ഒരു ട്രീ പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതിൽ കയറിയിട്ട് പിന്നെ അപ്പുറത്തോട്ട് പോയിട്ട് നമ്മൾ, പക്ഷെ ഡേഞ്ചറാണ് അത്, അതുകൊണ്ട് ഞാൻ കയറിയില്ല. ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതോ ഏജ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ഞങ്ങൾ അവിടെ പോയി. എന്നിട്ട് അവിടെ ഞങ്ങൾ കണ്ടു ഐ ലവ് മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലവിൻ്റെ ഒക്കെ ചിഹ്നം. അത് പക്ഷേ പൊടി പിടിച്ചാന്നോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കപ്പലുണ്ടായിരുന്നു, അതും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അവരിങ്ങനെ പോലെ വെച്ചിട്ട് കിരീടവും പോലെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൊച്ചു പിള്ളേർക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഞങ്ങളത് എടുത്തില്ല. ഞാൻ കാണിച്ചു തരാം. അതൊരു ഒരു ബൈക്കിൻ്റെ പോലത്തെ, അതും എനിക്കിഷ്ടപ്പെട്ടു. ഇത് പിന്നെ ബലൂണിലെ പോലത്തെ തന്നെ കാറ്റ് നിറച്ചിട്ടുള്ളതായിരുന്നു. ഞാനതിപ്പോൾ ഇത് കുത്തിയൊക്കെ നോക്കി ഞങ്ങളത് പിടിച്ചോണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ബിലോ കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ അപ്പുറത്ത് പോയിട്ട് ഒരു പൂവിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് പാറും വന്നിട്ടൊന്ന് തൊട്ട് കണ്ടോ, അതിനൊന്ന് ഞെക്കി. എന്നിട്ട് ഞാൻ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഞാനിങ്ങനെ കാണിച്ചിട്ട്. അത് പക്ഷേ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് കയറുമ്പോൾ വനം കളിക്കാൻ കാണുമെന്ന്. പക്ഷേ എനിക്ക് എൻട്രൻസ് ആണ് കണ്ടത്. അപ്പുറത്തും ഇതേമാതിരി ബലൂണിൽ അടച്ചിട്ട് കളിക്കാനുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ റൗണ്ടപ്പ് കളിക്കാൻ പോകണം. അങ്ങാണ് നമ്മൾ ഇനി നിന്നത്. ഇനി അവിടം വരെ റൗണ്ടായിട്ട് പോകണം, നമ്മളിങ്ങനെ കറങ്ങി പോകണം. എന്നിട്ട് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നല്ല രസങ്ങളാണ്. ഇത് നമുക്ക് കാണാനാണ് ഏറ്റവും കൂടുതലുള്ളത്, കണ്ട് രസിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു ഞങ്ങൾ. അതൊക്കെ ക്ഷീണിച്ച് ഞങ്ങൾ അവിടെ വന്നിരുന്നു. അന്നേരം നമ്മൾ ഇവിടെ പോകുന്നത് തന്നെ, അഥവാ നമ്മൾ ഇവിടെ റോസ് ഗാർഡൻ എന്നും പറയും. ഞാനിപ്പോൾ റോസ് ഗാർഡൻ എന്നാണ് പറയുന്നത്. റോസ് ഗാർഡനിൽ പോയ കുറേ ഫ്ലവേഴ്സാണ്, അഥവാ കിളികളുടെ ശബ്ദമായിരുന്നു എവിടെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും പ്ലെയിൻ പറക്കുന്ന, ഞങ്ങൾ എവിടെ പാർക്കിൽ പോയാലും കുറേ പ്ലെയിൻ ഇങ്ങനെ പറക്കുന്ന എനിക്ക് കാണാൻ പറ്റി. ഇവിടെയൊക്കെ പ്ലെയിൻ ഇങ്ങനെ പറക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ടത്തെ ആരാണ്ടോ താമസിച്ചാണോ എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഇത് സ്റ്റേജ് പോലത്തെ ആയിരുന്നേ അപ്പുറത്ത് നിൽക്കുന്നത്. ഞാനവിടെ പോയിട്ട് ആ മരത്തിൻ്റെ ഇലയിലൊക്കെ ഒന്ന് തൊട്ടിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് നമുക്ക് അവിടെ ടോയ്ലറ്റ് ഒക്കെ അവൈലബിളാണ്, അവിടെ ഓരോരുത്തടത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റേജിനുള്ളിൽ കയറിയിട്ട് ഞാൻ അവിടെ എല്ലാം നോക്കുവാണ് എത്ര മുറിയുണ്ടെന്നൊക്കെ. എന്നിട്ട് ഞാനിങ്ങനെ ചുമ്മാ ഡാൻസ് കളിച്ചേ. അവിടെ ഇന്ന് ആരാണ്ടോ ഇങ്ങനെ നോക്കിയിരുന്നു. അത് എനിക്ക് ചിരി വന്നായിരുന്നു. നേരം ഏതോ ഒരു കൊച്ചാണ്ട് അവിടെ നിന്ന് കളിക്കുമായിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പം പിന്നെ ഇവിടെ തെങ്ങാണെന്ന് ചോദിച്ചാൽ തെങ്ങല്ല, അത് പനയാണ് കേട്ടോ. തെങ്ങാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു, പിന്നെ തെങ്ങല്ല, എനിക്ക് നോക്കിയാൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറേ ചെടികളൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ വീണ്ടും പാർക്കിലേക്ക് പോയി. ഇത് വേറെ അടുത്തെയാണ് നമ്മൾ, പക്ഷെ ഒരെണ്ണത്തിന് 2-3 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെയാണ്. അപ്പം അവിടെ ഊഞ്ഞാലും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലിലേക്ക് പിന്നാണ് പോയത്. കുറച്ച് രാത്രിയൊക്കെ ആയപ്പോഴാണ് പോയത്. അവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു, കളിച്ചു. എന്നിട്ട് ശേഷം ഊഞ്ഞാലിലേക്കാണ് പോയി. ഊഞ്ഞാൽ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ, ഇങ്ങനെ ഭയങ്കര സ്പീഡായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ എനിക്കും തള്ളിത്തന്നു, പാറുവിനും തന്നു. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കളിക്കുമായിരുന്നു. കാരണം കുറേ നേരം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ. അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ഒമാനിൽ വന്നാൽ വരേണ്ട സ്ഥലമാണ്. അതുമാതിരി അടിപൊളിയാണ്. അപ്പുറത്തോട്ട് ഒരു ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്കിനോട് നിന്ന് ചുമ്മാ നിന്നായിരിക്കും. അപ്പോഴത്തേക്കും എല്ലാവരും ടയേർഡായി. അതിനാൽ ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് കരുതി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവിടെ ചായ വേണ്ടവർക്കൊക്കെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും മേടിച്ചില്ല, ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ. രാത്രി ആയതുകൊണ്ടൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രമല്ല, എല്ലാ ഇതും കിട്ടണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. പ്ലും.